ഇത് നമ്മളുടെ ഒരു മൂന്നാമത്തെ എപ്പിസോഡാണ്. പിണറായിയുടെ പരാജയം, ഘടകകക്ഷികളുടെ ഉന്തും അതുപോലെ സഖാക്കളുടെ തിരുത്തും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ 2 വീഡിയോകൾ കണ്ടിട്ടുള്ളവർ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാവുന്നതാണ്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ മൂന്നാമത്തേത് കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിട്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് ഇതിനകത്തുണ്ട്. അത് സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ തൊട്ടിപ്പുറത്തുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ലെവൽ 1ൽ 179 രൂപയാണ്, ലെവൽ 2ൽ 359 രൂപയാണ്, ലെവൽ 3ൽ അതിനേക്കാൾ കൂടുതലുള്ള എമൗണ്ടുകളാണ്. പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. അത് മന്ത്ലി ആയിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത്, അതല്ലാതെ നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ താഴെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ അക്കൗണ്ട് നമ്പറും കൂടി വെച്ചിട്ടുണ്ട്. മറ്റ് വീഡിയോകൾ കൂടി കാണുമ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടി കിട്ടും. പിണറായിയുടെ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ വളരെ കൃത്യമായി കഴിഞ്ഞ 2 വീഡിയോകളിലൂടെയും അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പറയാതെ വിട്ടുപോയ ഒരു കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറയാതിരുന്ന മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് വെച്ച കാര്യം, ഘടകകക്ഷികളുടെ ഒന്നും സഖാക്കളുടെ തിരുത്തുമാണ്. അതായത് CPM-നടക്കം പാർട്ടിക്കടക്കം പറ്റിയിട്ടുള്ള ചില മിസ്റ്റേക്കുകളും ഘടകകക്ഷികളുടെ അടുത്തുള്ള നിലപാടുകളും ഈ തെരഞ്ഞെടുപ്പ് വീഴ്ചയ്ക്ക് കുറച്ചുകൂടി ആക്കം കൂട്ടി എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, MR അജിത് കുമാറും ദത്താത്രേയ ഹൊസബളയുമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടായപ്പോൾ അതിനെ കൃത്യവും വ്യക്തവുമായിട്ട് വിശദീകരിക്കാൻ CPM ജനങ്ങളോട് തയ്യാറായില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് അദ്ദേഹം അത് വ്യക്തിപരമായിട്ടുള്ളൊരു ചിലപ്പോൾ സൗഹൃദ സന്ദർശനമായിരിക്കും എന്ന് വിചാരിച്ച് വിട്ടുകളഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ പുറത്ത് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഡാമേജ് എന്ന് പറയുന്നത്, CPI അടക്കമുള്ള ആളുകൾക്ക് അതിൽ വലിയ അനിഷ്ടമുണ്ടായിരുന്നുവെന്നും LDFൻ്റെ മുന്നണി യോഗത്തിൽ അത് ചർച്ച ചെയ്തിരുന്നുവെന്നും പറഞ്ഞപ്പോൾ അതൊന്നും തന്നെ നിരാകരിക്കാൻ ഘടകകക്ഷികൾ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ആളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ സംശയം, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ മുസ്ലിം ന്യൂനപക്ഷ, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായിട്ട് CPM അടക്കമുള്ള ആളുകൾ ഒരു താല്പര്യം കാണിച്ചിരുന്നു എന്ന് പറയുന്ന തോന്നലാണ്. എനിക്കടക്കം അത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാവുകയും ഞാൻ അത്തരത്തിലുള്ള ഒരു പരിസരം CPM ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുകയും വീഡിയോകൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി അത് അങ്ങനെയല്ല എന്നുള്ളത്. ഒരു കോൺഗ്രസ് നേതാക്കളോട് തന്നെ സംസാരിച്ചപ്പോഴേക്കും എനിക്കത് കുറച്ചുകൂടി ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ പോലും യഥാർത്ഥത്തിൽ അവിടെയുള്ള സുനിൽ കുമാറിനെയോ അല്ലെങ്കിൽ മത്സരിച്ച് തോറ്റിട്ടുള്ള CPIയുടെ നേതാക്കളെയോ പോലും കൃത്യമായും വ്യക്തവുമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ പരാധീനതയായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ ഈ ഘടകകക്ഷികൾ കൂടി CPM-നെതിരാകുന്നു, പിണറായി വിജയൻ BJP-യോട് അടുക്കുന്നു എന്ന് പറയുന്ന വലിയ ധാരണകൾ ജനങ്ങളിലേക്ക് കൊടുക്കുന്നതിന് കാരണമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിങ്ങനെ പോന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കറിയാം PV അൻവറിൻ്റെയൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ആ വിമർശനങ്ങളുടെ ഭാഗമായി ഇദ്ദേഹം ഈ പറയുന്ന ADGP ആയിട്ടുള്ള MR അജിത് കുമാർ പിണറായി വിജയനെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്ന വാചകങ്ങളുമൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ പിണറായി വിജയൻ വിശദീകരിച്ചില്ല എന്ന് മാത്രമല്ല, പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പോലും യാതൊരുവിധ ഡിഫൻസും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഡിഫൻസും ഒക്കെ ഇല്ലാതിരുന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ മറ്റൊരു പ്രശ്നം കൂടി കടന്നു വരുന്നത്. ഏറ്റവും ഒടുവിൽ അത് PM ശ്രീയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. ആ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒപ്പിടുന്ന വിവരം CPIയുടെ നേതാക്കളിൽ നിന്ന്, പ്രത്യേകിച്ചും K രാജനെ പോലുള്ള മന്ത്രിമാരിൽ നിന്ന് പോലും, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പോലും മറച്ചു വെച്ചുകൊണ്ട് അത്തരമൊരു നടപടികൾക്ക് തയ്യാറായി എന്നുള്ളതാണ്. പിന്നീട് അത് ശിവൻകുട്ടി വിശദമാക്കി. അങ്ങനെ വിശദമാക്കുകയായിരുന്നെങ്കിൽ ഏറ്റവും ആദ്യമേ തന്നെ ഈ നേതാക്കളോട് അത് വിശദമാക്കിയാൽ മതിയായിരുന്നു. ആദ്യം ഒപ്പിടുകയും അപ്പോൾ ഒരു 1000-2000 കോടി രൂപ നമുക്ക് കിട്ടുകയും ചെയ്തതിന് ശേഷം പിന്നീട് നടപ്പിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അതൊരു തന്ത്രപരമായ നിലപാടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരോട് ഇത് പറയാത്തത് എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഈ ഉന്നയിച്ച വിഷയങ്ങളിലെല്ലാം തന്നെ ഘടകകക്ഷികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്നും പറയുന്ന തോന്നൽ ആളുകളിലുണ്ടാക്കുകയും CPM ഇതിനിടയിൽ എന്തോ കളികൾ കളിക്കുന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ കളിക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ ആളുകൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അത്തരത്തിൽ ഇനി CPIയുടെയൊക്കെ തന്നെ നിരവധി സമ്മേളനങ്ങൾ നടന്നപ്പോൾ ആ സമ്മേളനങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്തകൾ പുറത്തേക്ക് വന്നു. അവിടെ ഗവൺമെൻറ്റിനെതിരെയുള്ള കടുത്ത വിമർശനമാണെന്നും പിണറായി വിജയനെതിരെ വലിയ ഏകാധിപതിയാണെന്നും ഒക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നു. ഈ വാർത്തകളൊന്നും തന്നെ ഇല്ല എന്ന് പറയാനായിട്ട് CPIയുടെ നേതാക്കന്മാർ പോലും തയ്യാറായില്ല. പകരം അവരെല്ലാവരും തന്നെ സൗകര്യപൂർണമായ ഒരു മൗനം അവലംബിച്ചു. ആ മൗനം അവലംബിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അത് പിണറായി വിജയനെതിരല്ലേ, അപ്പം ഞങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമുക്കൊരു ക്ലീൻ ഇമേജും ഒരു നല്ല ഇമേജും കിട്ടുമെന്ന് കൂടി അവർ വിചാരിച്ചു. അവർക്ക് പറ്റിയ തെറ്റ്, ബംഗാളിൽ ഇടതുപക്ഷം തകർന്നു പോയപ്പോൾ
അവിടെ CPM പരിപൂർണമായും ഇല്ലാതായില്ല. CPM പിടിച്ചു നിന്നു. ഇപ്പോഴും 4-5% വോട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയണം. പക്ഷെ ഒരോട്ടുമില്ലാതെ പോയ പാർട്ടികളുടെ പേര് ആ പാർട്ടിയിൽ ആ മുന്നണിയിൽ രണ്ടാമനായിരുന്ന ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടിയാണ്. അതിലെ ദേവരാജൻ എന്ന് പറയുന്ന നേതാവ് ഇന്നിപ്പോൾ കേരളത്തിൽ അദ്ദേഹം ഉണ്ട്, നമുക്കറിയാം. ആ കേരളത്തിൽ UDFിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. പക്ഷെ മത്സരിക്കാൻ ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. കാരണം കേരളത്തിലൊന്നും ആളില്ലെന്നറിയാം. അപ്പോൾ അത്തരം അവസ്ഥകളിലേക്ക് എത്തിപ്പെട്ടു പോയത് CPIയും അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കും അടക്കമുള്ള ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിട്ടുള്ള നിരവധി സംഘടനകളാണ് എന്നുള്ളത് ഈ ഇടതുപക്ഷത്തിലെ സംഘടനകളൊക്കെ തന്നെ മറന്നു പോവുകയും താൽക്കാലികമായിട്ടുള്ള ഒരു ഇമേജ് നിലനിന്നോട്ടെ എന്നവരൊക്കെ തന്നെ വിചാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ ഒരു സെക്രട്ടറിയും ഇതിനെ ഒന്നും തള്ളിപ്പറയാനോ ഇതിനെ പ്രതിരോധിക്കാനോ ഒന്നും മുന്നോട്ട് വന്നില്ല എന്നുള്ളതുമൊക്കെ തന്നെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കൂടാതെ CPMനും ചില പരാജയങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. മിസ്റ്റേക്കുകൾ സംഭവിച്ചു. ഉദാഹരണത്തിന് സിദ്ധാർത്ഥിൻ്റെ കേസിലൊക്കെ തന്നെ പലപ്പോഴും പ്രാദേശികമായിട്ടുള്ള ചില ഇടപെടലുകൾ ഉണ്ടായപ്പോൾ അത് വലിയ വികാരമാക്കി കേരളം മുഴുവൻ കത്തിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് CPM നിൽക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി കർശനമായിട്ടുള്ള നടപടികൾ എടുക്കാമായിരുന്നു. അതുപോലെ കത്രിക കുടുങ്ങിയ സംഭവം, വയറ്റിൽ കത്രിക ഓപ്പറേഷൻ ചെയ്തപ്പോൾ കുടുങ്ങിയ സംഭവത്തിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള ബിൽഡിംഗ് ഇടിഞ്ഞു വീണ സംഭവത്തിലുമൊക്കെ തന്നെ CPMൻ്റെയും പാർട്ടിയുടെയും പാർട്ടി നേതാക്കന്മാരുടെയും ഒക്കെ റിയാക്ഷൻസിന് വലിയ തെറ്റുകൾ പറ്റി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടാതെ അവർ ഇപ്പോൾ കോൺഗ്രസിനെതിരെ എടുക്കാവുന്ന ഒരു ആരോപണങ്ങളും തന്നെ കൃത്യമായി ഏറ്റെടുത്തിരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ പാർട്ടി എന്ന് പറയുന്നത് ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങളങ്ങനെ പ്രതിപക്ഷത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കേണ്ട, കുറേ കൂടി ജെന്റിലായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. കാരണം NM വിജയൻ എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തിരുന്നു വയനാട്ടിൽ, നമുക്കറിയാം. DCC ട്രഷറാണ്. അതുപോലെ IC ബാലകൃഷ്ണനെതിരെയൊക്കെ കേസെടുത്തിരുന്നു. അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കുമ്പോൾ ഇവർ വലിയ തോതിൽ മൗനമായിട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ, മറ്റൊരു വലിയ വിഷയമെന്ന് പറയുന്നത് നിരവധി ഐക്കണുകൾ ഗവൺമെൻറ്റിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെ പോലും CPM ശ്രദ്ധയോടുകൂടി കണ്ടില്ല. പകരം അവർക്കെതിരെയുള്ള റിയാക്ഷനുകൾ വളരെ മോശമായിരുന്നു. ഉദാഹരണത്തിന് യദു എന്ന് പറയുന്നൊരു പയ്യൻ, ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന പയ്യൻ, ആര്യ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ മേയർക്കെതിരെയും സച്ചിൻ ദേവ് എന്ന് പറയുന്ന MLAക്കുമെതിരെയൊക്കെ ഒരു നിലപാടെടുക്കുകയും അവരുമായൊരു പ്രശ്നമുണ്ടാവുകയും ചെയ്തപ്പോൾ അത് വലിയ ഡാമേജാണ് കേരളം മുഴുവൻ യഥാർത്ഥത്തിൽ CPMനുണ്ടായത്. അതങ്ങനെയല്ല ഡീൽ ചെയ്യേണ്ടിയിരുന്നത്. മാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒക്കെ പോട്ടെ എന്ന് വിചാരിക്കാവുന്ന ഒരു വിഷയമാണ് വലിയൊരു ഐക്കണായി ഇത് ഉയർന്നു വരാനുള്ള കാരണം. പക്ഷെ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ഭരണകൂടത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് അതൊരു ഈ പറയുന്ന പോലെ പൊതുവികാരത്തിൻ്റെ പ്രതിഫലനമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിയുന്ന മനഃപൂർവ്വമായിട്ടുള്ള അജണ്ടകൾ മാധ്യമങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി വായിച്ചെടുക്കാൻ CPMന് കഴിയാതെ പോയി എന്നുള്ളതാണ്. രണ്ടാമത്തത് നമുക്കറിയാം, ഇപ്പോൾ ഈ പറയുന്ന പോലെ മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം പെട്ടെന്ന് ഉയർന്നു വന്നു. ഏതാനും ദിവസങ്ങളിൽ പെൻഷൻ മുടങ്ങിപ്പോയപ്പോൾ തന്നെ മറിയക്കുട്ടി എന്ന് പറയുന്ന പിച്ചച്ചട്ടിയുമായി ഒരു സമരം നടത്തിയിട്ടുള്ള മറിയക്കുട്ടി ഉയർന്നു വരികയും ഞാൻ അവരെ ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്തതാണ്. ആ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവരുടെ പുറകിൽ ആളുകളുണ്ട് എന്നുള്ളതും അതിൻ്റെ പിന്നിൽ വലിയ അജണ്ടയുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് തോന്നിയതാണ്. ആ മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു ഐക്കണായി ഉയർന്നു വന്നപ്പോൾ CPM അതിനെ ശ്രദ്ധിച്ചില്ല, വേണ്ട വിധത്തിൽ ഗൗനിച്ചില്ലെന്ന് മാത്രമല്ല ദേശാഭിമാനിയിലെ ചില ആളുകളെടുത്ത് അവരുടെ കുറിച്ചുള്ള അയഥാർത്ഥ്യമായിട്ടുള്ള തെറ്റായിട്ടുള്ള വിവരങ്ങൾ എഴുതി പിടിപ്പിക്കുകയും അവരുടെ മകൾ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുകയാണെന്നൊക്കെ എഴുതി പിടിപ്പിക്കുകയൊക്കെ ചെയ്ത് അവർക്കാകെ 3 മക്കളേ ഉള്ളൂ. അവർ വളരെ നിരാലംബയായിട്ടുള്ള സ്ത്രീയാണ്. ഒരാൾ ലോട്ടറി വിൽക്കുകയാണ്, ഒരാൾ എന്തോ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് നടക്കുകയാണ്, മറ്റൊരാൾ ഈ പറഞ്ഞ വയ്യാതിരിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ അത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ എഴുതി പിടിപ്പിക്കുന്നതുകൊണ്ട് വലിയ ഡാമേജ് വീണ്ടും പാർട്ടിക്കുണ്ടായി എന്നുള്ളത് മറന്നുപോകരുത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കടക്ക് പുറത്ത് പോലെയുള്ള മറ്റു പല കാര്യങ്ങളിലും ഈ പറയുന്ന ഇപ്പോൾ കടക്ക് പുറത്തുനിന്ന് പിണറായി വിജയൻ പറയുമ്പോൾ വലിയ വിഷയമാവുകയും ഇപ്പം സുധാകരൻ നിങ്ങൾ ഞാൻ വിളിച്ചിട്ടാണോ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിച്ച് മോശമായി പെരുമാറുമ്പോൾ അത് വിഷയമാകാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഇത് കൃത്യമായിട്ടുള്ള മാധ്യമ അജണ്ടകളാണ് എന്നുള്ളത് കൃത്യമായി ജനത്തോട് പറയാൻ പാർട്ടി നേതാക്കളാരും തന്നെ തയ്യാറായില്ല. പലപ്പോഴും ഒരിക്കൽ ഈ പറയുന്ന പോലെ നമ്മുടെ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ പോലെ ഒരു മന്ത്രിമാരും ഇത്തരത്തിലുള്ള ഒരു ഡിഫൻസിനും വേണ്ടി പാർട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടി നിന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയേണ്ടത് പാർട്ടിക്കുള്ളിലെ സെക്രട്ടേറിയറ്റിലെ മെമ്പർമാർ ഏതാണ്ട് മഹാഭൂരിപക്ഷം പേരും മന്ത്രിമാരാവുകയും ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇതിനകത്ത് ശ്രദ്ധ ചെലുത്താതിരിക്കുകയും ചെയ്തു ഈ അധികാരത്തിൻ്റെ ശീതളിമയിൽ എന്നുള്ളതാണ്.
ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാതെ പോകാൻ വയ്യ. എത്രമാത്രം വലിയ അസംബന്ധമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മൈക്ക് ഹൗൾ ചെയ്തതിന് അതിനെതിരെ കേസെടുക്കുകയും അത് വലിയ വിവാദമാവുകയും ചെയ്ത വാർത്ത നിങ്ങൾ അറിയുന്നുണ്ടാവും. കേസ് പ്രൊസീഡ് ചെയ്തില്ല, പോലീസ് അത് വെറുതെ പറഞ്ഞു വിട്ടു, കാരണം അതൊരു സാധാരണ പ്രൊസീജിയറായിരുന്നു. പക്ഷെ അതൊരു സാധാരണ പ്രൊസീജിയറാണ്, അത് നടപടി എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പോലും ഒരാൾ തയ്യാറായില്ല. യഥാർത്ഥത്തിൽ അതൊക്കെ തന്നെ വലിയ അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ വിളിച്ച് അദ്ദേഹത്തോട് 1 മിനിറ്റ് ഒന്ന് സംസാരിച്ച് ഇരിക്കുകയും അത് കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെ കേസെടുത്ത് പോയതാണ്, താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായതിന് എന്ത് ചെയ്യണം, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു പോലീസിൻ്റെ SI എങ്കിലും അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയ തോതിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകാമായിരുന്ന നിരവധി കാര്യങ്ങളിൽ ഇവരുടെ റിയാക്ഷൻസ് മോശമായി പോയി. ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർട്ടി തന്നെ വളരെ കൃത്യമായി ഇതിനൊന്നും ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാർട്ടിയിലെ മഹാഭൂരിപക്ഷം പേരും ഏതെങ്കിലും ബോർഡുകളുടെ ചെയർമാനോ അല്ലെങ്കിൽ മന്ത്രിമാരോ സെക്രട്ടേറിയറ്റ് മെമ്പർമാരൊക്കെ മന്ത്രിമാരോ ഒക്കെ ആയിരിക്കുമ്പോൾ പാർട്ടി കൊണ്ട് നടക്കാനും പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനും അധികം പേരുണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 10 കൊല്ലം മുമ്പ് കേരളത്തിൽ ഗവൺമെൻറ് LDF ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ചാനൽ ചർച്ചയ്ക്ക് വന്നിരുന്നത് NM ഷംസീറാണ്, P രാജീവാണ്, അതുപോലെ തന്നെ നമുക്കറിയാം MP രാജേഷാണ്, M സ്വരാജാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ ചർച്ചയ്ക്ക് വരിക, ആനത്തലവട്ടനാണ്, ഇതുപോലെ നിരവധി ആളുകൾ ചർച്ചയ്ക്ക് വന്നിരുന്നു. ഈ ചർച്ചയ്ക്ക് വരുന്ന ആളുകളൊക്കെ തന്നെ അതിഗംഭീരമായി കാര്യങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും കഴിവുള്ളവരായിരുന്നുവെങ്കിൽ ഇവരെല്ലാവരും തന്നെ ഭരണം കിട്ടിയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് അപ്രത്യക്ഷരാവുകയും ഈ ഇടതുപക്ഷ നിരീക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്കറിനെ പോലെയുള്ള റെജി ലൂക്കോസിനെ പോലെയുള്ള നിരവധി പേർ വന്നിരിക്കുകയും അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഹസ്കർ RSPയിലേക്ക് പോവുകയും റെജി ലൂക്കോസ് BJPയിൽ ചേരുകയും ഒക്കെ ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു. ഇതിനോടൊന്നും വലിയ ഗൗരവത്തോടു കൂടി പാർട്ടി സമീപിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ വളരെ ട്രിവിയൽ ആയിട്ടുള്ള നിസ്സാരമായിട്ടുള്ള വിഷയങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. ഒരു ഭരണപരമായിട്ടുള്ള പരാജയം ഉണ്ടാകുന്നില്ല, പക്ഷേ കടക്ക് പുറത്ത് വലിയ ചർച്ചയാകുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് പറയുന്നതിനെ രാഷ്ട്രീയ എന്ന് പറയുന്ന ചെറ്റത്തരം എന്നുള്ളത് മാറ്റി ഒഴിച്ച് ചെറ്റ എന്ന് വിളിച്ചു എന്ന് പറയുന്നു. ഈ ചെറ്റ എന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ പിണറായി വിജയനെ K സുധാകരൻ എന്ത് ചെറ്റ മുഖ്യമന്ത്രിയാണ് എന്ന് ചോദിക്കുന്നത് ചർച്ചയാകാതിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയയിലെ സംഘപരിവാർ അനുകൂലമായിട്ടുള്ള ചാനലുകളൊക്കെ തന്നെയും ഒരുപക്ഷെ ഏറെക്കുറെ ഒരു പരിധി വിട്ട് സാറ്റലൈറ്റ് ചാനലുകളൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള വളരെ നിസാരമായിട്ടുള്ള ഇഷ്യൂകളെല്ലാം തന്നെ ഉയർത്തിക്കാണിക്കൊണ്ട് ധിക്കാരമാണ്, അഹങ്കാരമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര എന്ന് പറയുകയും ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളോ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള നടപടികളോ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള വിമർശനങ്ങളിലേക്ക് ഒന്നും കടക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് മറ്റൊരു ഘട്ടം കൂടിയുണ്ട്. തൊട്ടു മുമ്പ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നപ്പോൾ ആ പ്രതിപക്ഷ നേതാവ് സ്പ്രിംഗ്ലർ ഇടപാടുകളിൽ അതുപോലെ തന്നെ മറ്റ് നിരവധി കാര്യങ്ങളിൽ മറ്റു നിരവധി ഗവൺമെൻറ് നടപടികളിലൊക്കെ തന്നെ എതിർപ്പ് രേഖപ്പെടുത്തുകയും സ്പ്രിംഗ്ലർ അടക്കമുള്ള ചില നടപടികളിൽ നിന്ന് ഗവൺമെൻറ് പിന്നോക്കം പോകേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത്തരത്തിൽ കാതലുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ എടുത്തുകൊണ്ട് സമരം ചെയ്താൽ പോലും അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ലെന്നും പകരം ജനത്തിന് പെട്ടെന്ന് കണക്റ്റ് ആവുന്ന വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് സമരം ചെയ്യണമെന്നും പ്രതിപക്ഷം പഠിച്ചിരുന്നു എന്നുള്ളതും ഈ യൂട്യൂബ് ചാനലുകളൊക്കെ പഠിച്ചിരുന്നു എന്നുള്ളതുമൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്നത് ആ പറഞ്ഞയാൾക്കും കേട്ടയാൾക്കും പ്രശ്നമല്ലാതാവുകയും പക്ഷേ എന്നാൽ മാധ്യമങ്ങൾ അത് വലിയ തോതിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ ഒരു മുത്തച്ഛനോ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ള 82 വയസ്സുള്ള ഒരാളോ അദ്ദേഹത്തിന് വലിയ ഒരു അസുഖമുണ്ട് എന്ന് കൂടി കരുതുക. അസുഖം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ അസുഖമുള്ള ഒരാൾ, ശാരീരിക അസ്വസ്ഥതകളുള്ള ഒരാൾ, അദ്ദേഹം 82 വയസ്സുള്ള ഒരാൾ, അദ്ദേഹം ഇരുന്ന് ഒരു പ്രസംഗം നടത്താൻ തുടങ്ങുന്നു. നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒരു പ്രസംഗം നടത്താൻ തുടങ്ങുമ്പോൾ തൊട്ട് സൈഡിൽ നിന്ന് ഒരാൾ എനിക്കൊരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എത്രത്തോളം ഇറിറ്റേറ്റഡ് ആവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രത്യേകിച്ചും നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരാൾ, ഇത്തരത്തിൽ അസുഖങ്ങളുള്ള ഒരാൾ, വയ്യാതിരിക്കുന്ന ഒരാൾ, 82 വയസ്സെത്തിയ ഒരാൾ, അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ പെട്ടെന്ന് ക്ഷുഭിതനാകുന്നതും അദ്ദേഹം ജനുവിനായി തന്നെ റിയാക്ട് ചെയ്തു പോകുന്നതുമൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ലേ എന്ന് വിചാരിക്കുന്നതിന് പകരം ജനത്തെ കൊണ്ട് മുഴുവൻ മാറ്റി ചിന്തിപ്പിക്കാൻ, മറിച്ച് ചിന്തിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് അതേ വർത്തമാനം തന്നെ G സുധാകരൻ മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ കണക്ക് പുറത്തു എന്ന് പറയുമ്പോൾ ആർക്കും ഒരു പരാതിയില്ല, പരിഭവമില്ല. കാരണം അത് 70 വയസ്സ് കഴിഞ്ഞ പ്രായമായ 75 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ
രീതിയല്ലേ അദ്ദേഹം അങ്ങനെയൊക്കെ ധാർഷ്ട്യത്തോടെ പെരുമാറും, അതൊന്നും കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ കഴിയുന്നു. എന്നാൽ 80 വയസ്സ് കഴിഞ്ഞ പിണറായി വിജയൻ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നിന്ന് ഒരു പ്രസംഗം നടത്തുമ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നതിന് സഹിഷ്ണുതയോടുകൂടി കാണണമെന്ന് പറയുകയും ചെയ്യുന്നതിലെ കാപട്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പരാജയം LDFിനൊക്കെ ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, ഇഷ്ടമല്ലാത്ത അച്ചി തൊടുന്നതല്ല കുറ്റമെന്ന് പറയുന്നത് പോലെ LDFിൻ്റെ ഒരു പരസ്യവാചകം ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നു. ആ പരസ്യവാചകം ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നതിന് പോലും വലിയ പ്രശ്നമുണ്ടാക്കി. അതിലേക്ക് വരുന്നതിന് മുമ്പ് പിന്നെ LDFിനെ ന്യായീകരിക്കാൻ വന്നിട്ടുള്ള ആളുകളുടെ കൂടി ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. LDFിനെ ന്യായീകരിക്കാൻ വന്ന ആളുകൾ ഇപ്പോൾ ഹർഷൻ പൂപ്പാറക്കാരനാണെങ്കിലും ന്യൂസ് മലയാളത്തിലാണെങ്കിലും അതുപോലെ സനീഷ് ആണെങ്കിലും അങ്ങനെ നിരവധി പേർ, അസിത സഹീർ ആണെങ്കിലും ഒക്കെ തന്നെ LDFിനെ ന്യായീകരിക്കാൻ വേണ്ടി എത്തി. പക്ഷേ ഈ ന്യായീകരിക്കാൻ വേണ്ടി എത്തുന്നതിൽ ചില ആളുകളൊന്നും കുഴപ്പമില്ല, പക്ഷെ അവരെ പോലും ഇതൊരു അന്തം കമ്മിയാണ് എന്ന് പറഞ്ഞ് ചാപ്പ കുത്താനായിട്ട് അവർക്ക് കഴിഞ്ഞു. അങ്ങനെ കഴിയാതിരുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് അരുൺകുമാറാണ്. അദ്ദേഹം കുറേ കൂടി കൃത്യവും വ്യക്തവുമായിട്ട് കാര്യങ്ങൾ പറയുന്നതുകൊണ്ടും പഠിച്ചു പറയുന്നതുകൊണ്ടും പെട്ടെന്ന് അങ്ങോട്ട് ചാപ്പ കുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു കാര്യമാണ്. കൂടാതെ അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധവും കൂടിയുണ്ട്. കാരണം ഇവിടെ ഒരു ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റി കൊടുത്ത പരസ്യം ശരിയാണെന്ന് വന്ന് അദ്ദേഹം വായിക്കുന്നതിലൂടെ അദ്ദേഹവും ഒരു മണ്ടത്തരം കാണിച്ചു. ആ മണ്ടത്തരം കാണിച്ചത് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം മണ്ടനാണ്, അതുകൊണ്ടാണ് പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന വ്യാഖ്യാനമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. കൂടാതെ റിപ്പോർട്ടർ ചാനലും അതുപോലെ തന്നെ ആൻഡ്രോ ഓഗസ്റ്റും ഒക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ സപ്പോർട്ട് ചെയ്യുന്നത് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാക്കി. കാരണം മരം മുറിച്ചതിൻ്റെയും ചാനൽ നടത്തിപ്പിൻ്റെയും ഒക്കെ നിരവധി കേസുകളുള്ളതുകൊണ്ട് അത് പിണറായിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിന് സ്റ്റേഡിയം പണിയാൻ കൊടുത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ വളരെ എളുപ്പത്തിൽ ഒരു സംഘപരിവാർ ചാനലുകൾക്ക് കഴിഞ്ഞു. അതൊന്നും കൃത്യമായി ഏറ്റവും ചാനൽ അദ്ദേഹം നടത്തിയിട്ട് അഭിപ്രായം പറയട്ടെ, അതൊന്നും തടയാൻ പറ്റില്ല. പക്ഷേ എന്തിനാണ് ഗവൺമെൻറ് സ്റ്റേഡിയം അദ്ദേഹത്തെ ഏൽപ്പിച്ചതെന്ന് പറയുന്ന വലിയ ചോദ്യമൊക്കെ തന്നെ ഉയർന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി അബദ്ധങ്ങൾ കൂടി പറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് ഒട്ടും കുറവല്ല എന്നുള്ളത് അറിയണം. ഇതിൻ്റെയൊക്കെ ഏറ്റവും ഒടുവിൽ നിങ്ങൾ അറിയേണ്ടത് LDF ഒരു പരസ്യവാചകം കൂടി കൊണ്ടുവന്നു. LDF അല്ലാതെ മറ്റാര് എന്നുണ്ട് എന്നുള്ളത് ഇതുപോലും നിങ്ങൾ വളരെ തെറ്റായി. LDF അല്ലാതെ മറ്റാരുണ്ട് ഇതൊക്കെ ചെയ്യാൻ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അത്ര പോലും മര്യാദക്ക് ചെയ്യുന്ന വേറെ ആരുമില്ല താരതമ്യേന എന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കാൻ കഴിയുന്നൊരു കാര്യം. ഇതൊരു ധാർഷ്ട്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തു ചോദിച്ചു. ഈ കാര്യത്തിൽ ഒരു തെറ്റുകൂടി പറ്റി നമ്മുടെ പ്രിയപ്പെട്ട അജിംസ് അവിടെ ഇരുന്ന് മുസ്ലിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ ഈ പറയുന്ന നബി അല്ലാതെ വേറെ എന്ത് ദൈവം എന്ന് ചോദിക്കുന്ന പോലെയാണ് ഈ ചോദ്യമെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പം തന്നെ അജിംസ് അത് തിരുത്തി. കാരണം അതിൽ അപകടം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തിരുത്തി. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയുന്നത് പോലും അഹങ്കാരമാണെന്നാണ് അജിംസ് പറഞ്ഞു വെച്ചത്. യഥാർത്ഥത്തിൽ അതേപോലെ തന്നെയുള്ളൊരു വാചകമായിട്ട് ഇതിനെയും കണക്കൂട്ടേണ്ടതുള്ളൂ. ഒരു പരസ്യവാചകമാണ്, ഇതൊരു പഞ്ച് ലൈനാണ്, ടാഗ് ലൈനാണ്. അല്ലാതെ അതിൻ്റെ പുറത്തൊരു ധിക്കാരമൊന്നും തേടിപ്പോണ്ട. പക്ഷെ അതുപോലും ഒരു ധിക്കാരമാണ് എന്നുള്ള പ്രചരണം കൊടുത്തിട്ട് പോലും ഒരു പാർട്ടി നേതാവ് പോലും വന്ന് അതിനെതിരെ പ്രതിരോധിക്കാൻ വന്നില്ല. ഏറ്റവും ഒടുവിൽ മലയാളത്തിലൊക്കെ ഒരു ചൊല്ലുണ്ട്, അവിടവും കഴിഞ്ഞ് അവരവും കഴിഞ്ഞെന്ന് പറയുന്ന പോലെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സ്വരാജിനെ കൊണ്ട് ഏതാണ്ട് ഒരു അവസാന ഭാഗങ്ങളിൽ കുറേ പത്രസമ്മേളനങ്ങൾ നടത്തി. അത് സുന്ദരമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും സമയം കഴിഞ്ഞുപോയി. ഇത്തരത്തിലുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് നടന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഇമേജ് ബിൽഡിങ്ങിൽപ്പെട്ട് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള പാർട്ടി സഖാക്കൾ പോലും സച്ചിദാനന്ദൻ മാഷൊക്കെ പറയുന്നത് പോലെ ഇത്തവണ ഈ ഗവൺമെൻറ് മാറട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പാർട്ടി നശിച്ചു പോകും, അധികാരമില്ലെങ്കിൽ പാർട്ടി നശിച്ചു പോകും, അധികാരത്തിൽ വീണ്ടും തുടർന്നിരുന്നിട്ടുണ്ടെങ്കിൽ പശ്ചിമ ബംഗാളിലേതുപോലെ പാർട്ടി ഒന്നടങ്കം ഇല്ലാതാകുമെന്ന് പറയുന്ന ഒരു ഭയം സൃഷ്ടിക്കാനും ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു വികാരം സൃഷ്ടിച്ചെടുക്കാനും കഴിഞ്ഞു എന്നുള്ളതൊന്നും പാർട്ടി കൃത്യമായി മനസ്സിലാക്കുകയോ ഡിഫെൻഡ് ചെയ്യുകയോ ചെയ്തില്ല എന്നുള്ളത് കൂടിയാണ് ഈ വീഴ്ചയ്ക്ക് ഒരാക്കം കൂട്ടിയത്. അതുകൊണ്ടാണ് ഞാനിതിന് പേരിട്ടത് പിണറായിയുടെ പരാജയം ഘടകകക്ഷികളുടെ ഒന്നും സഖാക്കളുടെ ഈ പറയുന്ന പോലെ ഒരു തിരുത്തും അല്ലെങ്കിൽ ഒരു ചെറിയ തള്ളും കൂടി ഇതിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിയ വീഴ്ചകളിലേക്ക് വീണത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി മറന്നു പോകരുത്, RSSും അതുപോലെ സംഘപരിവാറും നടത്തിയിട്ടുള്ള സ്ട്രാറ്റജിക് വോട്ടിംഗ് കൂടിയുണ്ട്. ആ വോട്ടിങ്ങിൻ്റെ ഭാഗമായി കൂടിയാണ് ഒരു 40-40ഓളം മണ്ഡലങ്ങളിൽ വലിയ വിജയം UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് കൂടി ഒരു വാസ്തവമാണ്. 40-41ഓളം മണ്ഡലങ്ങളിൽ എന്തുകൊണ്ടാണ് അവർക്ക് കരുത്തുള്ള മണ്ഡലങ്ങൾ പോലും 2020ക്കും അതുപോലെ BDJSനും ഒക്കെ വിട്ടുകൊടുത്തത് എന്നുള്ളത് കൂടി കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയും, RSSും സംഘപരിവാറും ഒക്കെ നടത്തിയിട്ടുള്ള സ്ട്രാറ്റജിക് വോട്ടിങ്ങിലൂടെ ഇത്തവണ UDF വരട്ടെ എന്നുകൂടി അവർ വിചാരിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്.